എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അത് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. 7 കിലോയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 3-4 വർഷം വരെയും കേടാവാതിരിക്കും. അത് നനഞ്ഞ സ്പൂണ് യൂസ് ചെയ്യാതിരുന്നാൽ മതി. ബാക്കി നമ്മൾ സൂക്ഷിച്ചോ 3-4 വർഷം ഗ്യാരൻ്റിയാണ് അതിന്. എന്താണ് അതിന് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന്, നമ്മൾ ഈ പൊടി കണ്ടോ, ഈ പൊടി എന്ന് പറഞ്ഞാൽ നല്ല പോലെ അങ്ങ് പൊടിയരുത്, തരിതരി വേണം. അതിന് പെരിഞ്ജീരകം 250 ഗ്രാം പെരിഞ്ജീരകം, 350 ഗ്രാം കടുക്. അപ്പോൾ ഓരോന്നിനെയും സെപ്പറേറ്റ് മിക്സിയിലിട്ട് ഒന്ന് കറക്കി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. പെരിഞ്ജീരകത്തിനെ വേറെ ഇടണം, കടുകിനെ വേറെ ഇടണം. ഒരു 100 ഗ്രാം ഉപ്പ് തൽക്കാലം ചേർക്കുക. പോരാതെ വന്നാൽ നമുക്ക് മസാല എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഇടാൻ പറ്റും. 100 ഗ്രാം ഉലുവ, പിന്നെ മുളക് പൊടി ഒരു 250 ഗ്രാം, മഞ്ഞൾപ്പൊടി ഒരു 2-3 ടീസ്പൂൺ നിറച്ച് വേണം. കായപ്പൊടി നല്ല കമ്പനിയുടേത്, ഏതിൻ്റെയാണെന്ന് വെച്ചാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം നല്ല കമ്പനി. അതിൻ്റെ ഒരു 100 ഗ്രാം ഉണ്ടെങ്കിൽ സൂപ്പർ, ഇല്ലെങ്കിൽ ഒരു 50 ഗ്രാമെങ്കിലും വേണം. എന്നിട്ട് ഓരോന്നിനെയും സെപ്പറേറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൂട്ടിച്ചേർത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. എനിക്ക് 7 കിലോ സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും മസാല വേണം, കണ്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാനൊരു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരാം. ഗ്യാസ് ഓൺ ചെയ്തു. ഇത് സിമ്മിലിട്ടാൽ പറ്റൂല, ഹൈയിൽ തന്നെ ഇടണം, എന്നാലല്ലേ പാത്രമൊക്കെ ചൂടാവത്തുള്ളൂ. വെള്ളമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവരുത്. നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കടുകെണ്ണ, കാരണം ഞാൻ 7 കിലോയുടെ ഉണ്ടാക്കുമ്പോൾ 1 ലിറ്റർ കടുകെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ മൊത്തം ഇപ്പോൾ ഒഴിക്കണ്ട, നമുക്കൊരു 1/2 ലിറ്റർ എണ്ണ എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൂട്ടിച്ചേർക്കാമല്ലോ. അത് കാരണം 1/2 ലിറ്ററേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഒരു 300 ഗ്രാം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞത്, അതും ഒരു 1/4 കിലോ പച്ചമുളക് 2ആയിട്ട് മുറിച്ചതും, ഒരു 10-200 ഗ്രാം നമ്മളുടെ കറിവേപ്പില, 3ഉം കൂടെ ഞാൻ ഈ എണ്ണ മൂത്തപ്പോൾ അതിനകത്തോട്ടിട്ട് ഒന്ന് വാടട്ടെ. അത് കഴിഞ്ഞ് ബാക്കി കാണിച്ചു തരാം. ഒന്ന് വാടി, നന്നായിട്ട് വാടി, ഒരുപാടങ്ങ് വാടണ്ട, കുറച്ച് ഇതേ കണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കണം, കണ്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ ആ പൊടിച്ച് വെച്ച മസാലകളൊന്ന് മൂപ്പിക്കണം. നമ്മൾ പച്ചനെയാണല്ലോ എല്ലാം നമ്മളൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ മൊത്തം കൂടി ഇതിനകത്തിൽ ഇട്ടതിന് ശേഷം ഇളക്കി നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഒന്ന് മൂത്തോട്ടെ ആ മസാല. ഉപ്പ് ഞാൻ ഇട്ടു. അപ്പോൾ ഞാൻ ഈ മസാല ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിച്ചിരി മുന്നിട്ട് നിൽക്കണം. കാരണം നമ്മൾ ഇതിനകത്തിൽ അടുത്തത് വിനാഗർ ഒഴിക്കുവാണ്. പിന്നെ എല്ലാം കൂടെ ചെയ്ത് വരുമ്പോൾ പുളി ഉള്ള സാധനങ്ങളാകുമ്പോഴേ ഉപ്പിച്ചിനെ മുന്നിട്ട് നിന്നാലല്ലേ അത് കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ വിനാഗർ എന്ന് പറഞ്ഞാൽ അതേണ്ട തേങ്ങ വെള്ളത്തിൽ നിന്ന് തെങ്ങിൻ്റെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, തേങ്ങയിൽ നിന്നുണ്ടാക്കിയിരിക്കുന്നത്. 1/2 ലിറ്റർ മേടിച്ചെന്ന് പറഞ്ഞല്ലോ വിനാഗർ. അതിലൊരു 400 ml എങ്കിലും നമ്മളൊന്ന് ഒഴിക്കാം. ഇച്ചിരി ബാക്കി വെച്ചേരെ, എന്നിട്ട് പോരായെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി ഉപ്പും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എണ്ണ പോരാ എന്ന് തോന്നിയാൽ നമുക്ക് എണ്ണയും ചേർക്കാം. നോക്കട്ടെ. മസാലകളെല്ലാം നന്നായിട്ട് മൂത്തു. അന്നേരം ഞാൻ എന്ത് ചെയ്തു, ഒരു 1/2 കിലോയുടെ ഒരുണ്ട ചക്കര, അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. പക്ഷേ ഇച്ചിരി ചേർത്താൽ നന്നായിരിക്കും. കാരണം ഈ പുളിയൊക്കെ ഒന്ന് ഒതുങ്ങി ഉപ്പും എരിവും പുളിയും മധുരവും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ്റെ സ്പെഷ്യലാണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതും കൂടി ഇതിനകത്തിലൊന്ന് ഇട്ടു. എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ഇളക്കിയിട്ട് ഒരു ഒരു ശകലം ഇങ്ങനെ നമുക്ക് കാണണം. പോരാ എങ്കിൽ നമ്മൾ 1/2 ലിറ്റർ എണ്ണയെ എടുത്തിട്ടുള്ളൂ. 1/2 ലിറ്റർ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അതും കൂടെ നമുക്ക് ഇതിനകത്തിൽ ഒഴിക്കേണ്ടി വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ ബാക്കി എണ്ണയും കൂടെ ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുക. കാരണം ഒരു ഇച്ചിരി നനവ് വേണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഈ മസാലയെല്ലാം തയ്യാറാക്കി ഞാൻ നോക്കി ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എങ്കിലേ നമ്മളെല്ലാം കൂടെ ശരിയാവത്തുള്ളൂ. പിന്നീട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഇച്ചിരി മുന്നിട്ട്, കുറച്ച് മുന്നിട്ട് നിൽക്കും. 7 കിലോ മാങ്ങ ഞാൻ തന്നെ കണ്ടോ വലുതായിട്ട് അരിഞ്ഞെടുത്തു. അല്ലെ മാങ്ങാണ്ടിയോടുകൂടി വേണമെങ്കിലും അരിയാം കേട്ടോ. വലിയ പീസായിരിക്കണം. അത് ചതയൊന്നും ചെയ്യല്ല, നല്ലപോലെ ഇട്ടിട്ട് ഈ മസാലയിലിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി
നല്ലതാക്കി ഞാൻ ബോട്ടിലിൽ വാരി കാണിച്ചു തരാം. തണുക്കുമ്പോഴേ ബോട്ടിലിടാവൂ. മാങ്ങയുടെ തൊലി കളയാതെ തൊലിയോടുകൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് കൂട്ടിച്ചേർത്തതിന് ശേഷം എണ്ണ ഒരിച്ചിരി ഇങ്ങനെ മേളിലായിട്ട് നിൽക്കണം. എന്നിട്ട് ഞാൻ ബോട്ടിലിട്ട് കാണിച്ചു തരാം. പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. വലിയ മാങ്ങയാണെങ്കിൽ 7 കിലോ മേടിക്കേണ്ട, 5 കിലോ മതി. എൻ്റെ ചെറിയ മാങ്ങയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 7 കിലോ മേടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു അരമണിക്കൂറോളം മീഡിയം തീയിലിട്ട് ഇതിനെ മറിച്ച് കൊടുക്കണം. കാരണം ഈ മാങ്ങയ്ക്കുള്ളിലൊരു നനവുണ്ടല്ലോ, അതും നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തണുക്കുമ്പോൾ ബോട്ടിലിൽ കയറ്റി നിറച്ച് വെക്കണം. നിറച്ച് വെക്കുമ്പോൾ എപ്പോഴും ഫുള്ള് നിറയ്ക്കരുത്, ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇടണം. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഉണ്ടാക്കിയതിൻ്റെ എണ്ണമയമൊക്കെ കൂടെ പൊങ്ങി വരുന്നത് നാളത്തേക്കേ കുപ്പിയിലോട്ട് നല്ലപോലെ പൊങ്ങി വരത്തുള്ളൂ. പിന്നെ വേണ്ടി വന്നാൽ നമ്മൾ ഇച്ചിരി എണ്ണയെടുത്ത്, ഏതെണ്ണയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ആ എണ്ണ എടുത്ത് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് മേളിലോട്ട് ഇച്ചിരി ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം തന്ന് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. പിന്നെ ഈ അച്ചാർ നനഞ്ഞ സ്പൂണുകൾ ഇട്ടെടുക്കാതിരിക്കാമെങ്കിൽ, സൂക്ഷിക്കാമെങ്കിൽ ഒരു 3-4 വർഷം വരെ ഇരിക്കുകയും ചെയ്യും കേടാവാതെ. ഓക്കേ, നമസ്തേ.